രാധയുടെ ഭർത്താവ് മോഹൻ ഒരു വികലാംഗനാണ്. അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അത് കാരണം രാധയുടെ വീട്ടിൽ സാമ്പത്തികമായി പ്രശ്നങ്ങൾ വന്നു. മരുമോളെ, വീട്ടിൽ ധാന്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തു ചെയ്യും? ശരി അമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. രാധ തന്റെ മുറിയിലേക്ക് പോയി അലമാരയിൽ നിന്നും ഒരു സ്വെറ്റർ വെളിയിലെടുത്തു. അവൾ അതും എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മരുമോളെ, നീ എവിടെ പോവാ? അമ്മേ, ഞാൻ എന്റെ സ്വെറ്റർ വിൽക്കാൻ വേണ്ടി പോകുവാണ്. എന്നാൽ നിന്റെ കയ്യിൽ ഒരു സ്വെറ്റർ അല്ലേ ഉള്ളൂ. ഇതും നീ വിറ്റാൽ വരുന്ന തണുപ്പ് കാലത്ത് നീ എന്തു ചെയ്യും മോളെ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വീട്ടിൽ ഒരു ഭക്ഷണവുമില്ല, അതുകൊണ്ട് ഇത് വിൽക്കുന്നതാണ് ശരി. ശരി മോളെ, നിന്റെ ഇഷ്ടം പോലെ. രാധ ആ സ്വെറ്ററുമായി മാർക്കറ്റിലേക്ക് പോയി. അവൾക്ക് മാർക്കറ്റിലേക്ക് വേഗം പോകണമെന്നുള്ളതുകൊണ്ട് കാട്ടുവഴിയിൽ കൂടിയായിരുന്നു അവൾ യാത്ര ചെയ്തത്. സമയം വൈകുന്നേരവുമായി. തണുത്ത കാറ്റ് വീശാനും തുടങ്ങി. അപ്പോൾ രാധ ഒരു വൃദ്ധൻ ഒരു മരത്തിന്റെ താഴെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തണുപ്പിൽ വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിറയ്ക്കുന്നത് കണ്ട് രാധ ആ വൃദ്ധന്റെ അടുത്തേക്ക് പോയി. എന്തു പറ്റി മുത്തശ്ശ? നിങ്ങൾ ഈ കാട്ടിൽ എന്തു ചെയ്യുകയാണ്? നോക്കൂ മോളെ, എനിക്ക് സ്വന്തമായി വീടില്ല. ഈ കാടാണ് എന്റെ വീട്. ആ വൃദ്ധൻ സംസാരിക്കുമ്പോൾ തണുപ്പ് കാരണം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, നിങ്ങൾക്ക് നന്നായി തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. താങ്കൾക്ക് ഇതിന്റെ ആവശ്യം വന്നേക്കാം. ഞാൻ ഈ സ്വെറ്റർ വിൽക്കാൻ വേണ്ടി പോകുമായിരുന്നു. താങ്കൾ ഇത് വച്ചോളൂ. എന്നാൽ എന്റെ കയ്യിൽ എനിക്ക് തരുന്ന ഈ സ്വെറ്ററിന് പ്രതിഫലമായി തരാനുള്ള പണമൊന്നും എന്റെ കൈവശമില്ല. കുഴപ്പമില്ല മുത്തശ്ശ, വച്ചോളൂ. ഈ സ്വെറ്ററിന്റെ ആവശ്യം താങ്കൾക്കാണ് വേണ്ടത്. രാധ ആ വൃദ്ധന് ആ സ്വെറ്റർ കൊടുത്തു. വൃദ്ധനും സന്തോഷത്തോടെ ആ സ്വെറ്റർ ധരിച്ചു. അതിലൂടെ അദ്ദേഹത്തിന്റെ വിറയലും കുറഞ്ഞു. എനിക്ക് ഒരു പിടിയുമില്ല ഇതിന് പ്രതിഫലമായി എന്ത് തരണമെന്ന്. മോൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് ഒന്നും വേണ്ട മുത്തശ്ശ. ശരി മുത്തശ്ശ, എനിക്ക് തിരിച്ചു പോകണം. രാധ വീട്ടിലേക്ക് പോകാൻ തിരിച്ചു. അവൾ 1-2 അടി മുൻപോട്ട് വെച്ചപ്പോൾ പെട്ടെന്ന്, മോളെ ഒന്ന് നിൽക്കൂ. ആ വൃദ്ധന്റെ ശബ്ദം കേട്ട് രാധ അവിടെ തന്നെ നിന്നു. എന്തു പറ്റി മുത്തശ്ശ? അപ്പോൾ ആ വൃദ്ധന്റെ കയ്യിൽ ഒരു നൂൽക്കെട്ടുണ്ടായിരുന്നു. ഇതാ മോളെ, ഈ നൂൽക്കെട്ട് മോൾ വെച്ചോളൂ. നിന്നെ ഇത് ഉറപ്പായും സഹായിക്കും. രാധ ആ വൃദ്ധന്റെ കയ്യിൽ നിന്നും നൂൽക്കെട്ട് വാങ്ങിച്ചു. നന്ദി മുത്തശ്ശ. സന്തോഷമായി ജീവിക്കും മോളെ. ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യ്. രാധ ആ നൂൽക്കെട്ട് വാങ്ങി അവൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാധ വീട്ടിലേക്ക് തിരിച്ചെത്താൻ രാത്രിയുമായി. രാധ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് രാധയുടെ അമ്മായിയമ്മ രാധയ്ക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ രാധ വെറും കൈയോടെയാണ് വന്നത്. എന്തു പറ്റി മോളെ? എന്താ നീ വെറും കൈയോടെ വന്നത്? അതെ അമ്മേ, നിന്റെ സ്വെറ്റർ എന്തേ വിറ്റില്ലേ? സ്വെറ്റർ ഞാനൊരു മുത്തശ്ശന് കൊടുത്തു. എത്ര പണം കിട്ടി? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പണവുമില്ല. തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സ്വെറ്റർ കൊടുത്തു. എന്നാൽ നമ്മളിനി കഴിക്കാൻ എന്തു ചെയ്യും? വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കഷ്ടപ്പാടിനെ ആ ദൈവം നമ്മളെ സഹായിക്കും. രാധ ആ നൂൽക്കെട്ടുമെടുത്ത് വീട്ടിനകത്തേക്ക് പോയി. അവൾ അതുപയോഗിച്ച് സ്വെറ്റർ തയ്ക്കാനും തുടങ്ങി. രാധ രാവും പകലും ജോലി ചെയ്ത് ആ സ്വെറ്റർ 3 ദിവസം കൊണ്ട് തന്നെ തയ്ച്ചു തീർത്തു. മോളെ, നീ എന്തു ചെയ്യുവാ? ഞാൻ സ്വെറ്റർ തയ്ക്കുവാ അമ്മേ. ഈ നൂല് ആ മുത്തശ്ശനാണ് എനിക്ക് തന്നത്. കുറച്ചുനേരം വിശ്രമിക്ക്. 3 ദിവസമായി നീ തുടർന്ന് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാ തീർന്നു അമ്മേ. സ്വെറ്റർ റെഡിയായി. ഇതാ നോക്കൂ. രാധ സ്വെറ്റർ തന്റെ അമ്മായിയമ്മയെ കാണിച്ചു. അതിന്റെ നൂലപ്പോൾ തിളങ്ങുകയായിരുന്നു. അത് എല്ലാ വശങ്ങളിലും ഒരു വിധത്തിലുള്ള പ്രകാശവും പരത്തി. ആ കൊള്ളാലോ, നീ നല്ല ഭംഗിയുള്ള സ്വെറ്ററാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് നക്ഷത്രം പോലെ മിന്നിക്കൊണ്ടേയിരിക്കുന്നു. അതെ അമ്മേ, ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോഴാണ് രാധയുടെ ഭർത്താവ് മോഹൻ അവളെ വിളിച്ചത്. ആ രാധേ, എനിക്ക് നന്നായി ദാഹിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാമോ? രാധ ആ സ്വെറ്റർ ഒരു പാത്രത്തിൽ വെച്ച് അവൾ മോഹന് വെള്ളം എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോയി. ഹാ, ഇതാ. രാധ തന്റെ ഭർത്താവിന് വെള്ളവും കൊടുത്ത് മുറിയിലേക്ക് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവൾ ആ സ്വെറ്റർ ഏത് പാത്രത്തിലാണോ വെച്ചത് ആ പാത്രം സ്വർണമായി മാറി. അത് അവിടെ തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ടതും രാധ ഒരുപാട് സന്തോഷിച്ച് തന്റെ അമ്മായിയമ്മയെ വിളിച്ചു. അമ്മേ, ഇവിടെ ഒന്ന് വരൂ. ഇവിടെ നോക്കൂ, ഈ പാത്രം സ്വർണമായി മാറി.
ആ സ്വർണ്ണ പാത്രം കണ്ട് രാധയുടെ അമ്മായിയമ്മയും സന്തോഷിച്ചു. അയ്യോ മരുമകളെ, ഇത് സത്യത്തിൽ അത്ഭുതം തന്നെ. ദൈവത്തിന് നമ്മുടെ അവസ്ഥ കണ്ട് ദയ തോന്നി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു മുത്തശ്ശന്റെ വേഷത്തിൽ വന്ന് നമ്മളെ സഹായിച്ചിരിക്കുന്നു. നീ ശരിയായി പറഞ്ഞു മോളെ. ദൈവം നമ്മളെ സഹായിക്കുമെന്ന് നീ പറഞ്ഞു. ഇപ്പോൾ ആ ദൈവമാണ് ഇങ്ങനെ സഹായിച്ചിരിക്കുന്നത്. അതെ അമ്മേ, നമുക്ക് ഈ പാത്രം വിൽക്കാം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. രാധയുടെ അമ്മായിയമ്മ ആ പാത്രവും എടുത്ത് ഒരു സ്വർണ്ണക്കടക്കാരന് വിറ്റു. ആ സ്വർണ്ണക്കടക്കാരൻ അതിന് ഒരുപാട് പണവും നൽകി. രാധയുടെ അമ്മായിയമ്മ മാർക്കറ്റിൽ നിന്ന് കഴിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ പതുക്കെ പതുക്കെ രാധയുടെ കുടുംബം ദാരിദ്ര്യത്തിൽ നിന്നും അതിജീവിച്ചു. രാധ ആ മാന്ത്രിക സ്വെറ്റർ കൊണ്ട് സാധനങ്ങളെല്ലാം സ്വർണമാക്കി മാറ്റി. ഒരിക്കൽ രാധയുടെ അയൽവാസിയായ വിമല രാധ ഇങ്ങനെ ചെയ്യുന്നത് അവൾ കണ്ടു. അപ്പോൾ അവളുടെ മനസ്സിൽ അത്യാഗ്രഹവും തോന്നി. അവൾ രാധയുടെ മാന്ത്രിക സ്വെറ്റർ മോഷ്ടിച്ചു. ഓ, അപ്പോൾ ഈ നിധിയാണോ രാധയ്ക്ക് കിട്ടിയത്? എനിക്ക് അപ്പോഴേ തോന്നി, ഈ ദരിദ്ര കുടുംബം ഇങ്ങനെയാണോ പണക്കാരായി മാറിയത്? ഇനി ഇത് ഉപയോഗിച്ച് ഞാൻ കോടീശ്വരിയാകും. വിമല ആ സ്വെറ്റർ ഉപയോഗിച്ച് അത് വീട്ടിലുള്ള എല്ലാ വസ്തുവിലും വെച്ചു. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന തുണികൾ മുതൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വരെ എല്ലാം കല്ലായി മാറി. ഇത് കണ്ടപ്പോൾ വിമല കരയാനും തുടങ്ങി. അയ്യോ ദൈവമേ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? വിമല ഇങ്ങനെ കരയുന്ന ശബ്ദം കേട്ട് രാധ വിമലയുടെ വീട്ടിലേക്ക് ഓടി വന്നു. നിനക്കെന്തു പറ്റി? രാധേ, ഞാൻ നിന്റെ മാന്ത്രിക സ്വെറ്റർ മോഷ്ടിച്ചു. അങ്ങനെ ഇപ്പോൾ എന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കല്ലായി മാറി. ഇതൊരു സാധാരണ സ്വെറ്റർ അല്ല, ദൈവത്തിന്റെ വരദാനമാണ്. എന്നാൽ നീ അത്യാഗ്രഹം കൊണ്ട് ഇത് മോഷ്ടിച്ചു. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നോട് ക്ഷമിക്കൂ രാധേ. കുഴപ്പമില്ല വിമലേ, നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ, അത് മതി. രാധ ആ സ്വെറ്റർ തന്റെ കയ്യിലെടുത്ത് കല്ലായി മാറിയ വിമലയുടെ സാധനങ്ങളുടെ മുകളിൽ വെച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അതിന്റെ പഴയ രൂപത്തിലേക്കും മാറി. ഒരുപാട് നന്ദി രാധേ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ അത്യാഗ്രഹപ്പെടില്ല. ഞാൻ മറ്റുള്ളവരുടെ വസ്തുക്കളിൽ ആഗ്രഹിക്കുകയുമില്ല. രാധ സ്വെറ്ററും എടുത്ത് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൾ ആ സ്വെറ്റർ ഉപയോഗിച്ച് ദരിദ്രരായ ജനങ്ങളെയും സഹായിച്ചു. അത്യാഗ്രഹം ആപത്താണ്.